കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്തര തെയ്യന്തര ആ, എന്ത് രസമല്ലേ പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗൾഫിൻ്റെ ഒക്കെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട്, പല രീതിയിൽ പോയ ആൾക്കാരുണ്ട് ഗൾഫിലൊക്കെ. പക്ഷേ ഒരു ഗൾഫിൻ്റെ ഓർമ്മ പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന ചിത്രമാണ് ആ ദാസനും വിജയനും എന്ന് പറയുന്ന എന്താ പറയുക, അവരൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച നാടോടിക്കാറ്റ് പോലെയുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ. തീർച്ചയായിട്ടും അതുപോലുള്ള ചിത്രങ്ങളൊക്കെ ഇനി എപ്പോഴാണെന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. എനിക്ക് പറയുള്ളത് ഒരു ഗൾഫിലേക്ക് പോകുന്ന ബോട്ടല്ലെങ്കിൽ പോലും ഓർമ്മകളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കേരളത്തിൻ്റെയൊക്കെ ഒരു ആർമി എന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു നാമധേയം ലഭിച്ചവരാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ. പ്രളയം വന്നപ്പോഴൊക്കെ അവർ നമുക്ക് നൽകിയ ഒരു സേവനം, അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത ത്യാഗം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഇന്ന് ഞങ്ങൾ മൊബൈൽ കിസ് ഇമേജ് മൊബൈൽ കിസുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. വൈകുന്നേര സമയം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആൾക്കാരാണ്. ഈ ഒരു പ്രകൃതിയുടെ ഒരു ശുദ്ധവായുവൊക്കെ കൊള്ളുവാൻ വേണ്ടിയിട്ട് നിരവധി ആൾക്കാരാണ് ആയിക്കര ഹാർബറിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കര ഹാർബറിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. പല ഓർമ്മകൾ, ചിലപ്പോൾ ഇവിടുന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഗൾഫിലേക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരുടെ ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ടീമുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, വൈകുന്നേര സമയത്ത് ദൂരത്തുനിന്ന് വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇമേജ് മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആയിക്കര ഹാർബറിലാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു ഓർമ്മകളുടെയൊക്കെ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്ന ഒരു കൂട്ടായ്മയുണ്ട്. എപ്പോഴും ക്ലബ്ബുകളിൽ മാത്രം ഒതുങ്ങി, ക്ലബ്ബുകളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും പിന്നീട് മൊബൈലിലൂടെ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു കാലഘട്ടം. പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ട് വൈകുന്നേര സമയം, സായം സന്ധ്യാ സമയത്തൊക്കെ ഓർമ്മകളും പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട് എപ്പോഴും നമുക്ക് ഇടയിൽ. അവിടെയുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഒരിക്കലും മൊബൈലുകളല്ല, അവരുടെ സ്വപ്നങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കുന്നതാണ് ഈ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 3 ചേട്ടന്മാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ നമസ്കാരം, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കും, തന്നെ സുഖമായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ. ഓക്കെ, പേരെന്താണ്? അബ്ദുൽ ജബ്ബാർ. സ്വദേശം ഇവിടെ തന്നെയാണോ? കണ്ണൂർ സിറ്റിക്കാണ് അല്ലേ. ശരി, മുന്നേ എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? റിട്ടയർഡ് ഗൾഫാണ് അല്ലേ. ശരി, ഈ ഗൾഫ് റിട്ടയർഡ് അതിന് ശേഷം ഇപ്പൊ പെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ലഭിക്കുന്നുണ്ടോ? പെൻഷൻ കാര്യമൊന്നുമില്ല, ഒന്നും ആയിട്ടില്ല. അതിന് വേണ്ടി അപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഇല്ല. ശരി, എത്ര വർഷം ഉണ്ടായിരുന്നു? കിട്ടിയിട്ടില്ല. എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫില്? 33 വർഷം ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? അബുദാബി. 33 വർഷം അബുദാബി തന്നെ. ഓക്കെ. എന്ന് ഇവിടെ വൈകിട്ട് വന്ന് ഇരിക്കും? എപ്പോ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇതാണ് സ്ഥലം. പേരെന്താണ്? എന്റെ റഫീഖ്. ഇവിടെ തന്നെയാണ്? അല്ല 40 വർഷമായി ഗൾഫിലാണ്. 81 പോയി 21 തിരിച്ചു വന്നു. ഓക്കെ, അതായത് ടെക്നോളജി ഒന്നുമില്ലാത്ത കാലഘട്ടം അല്ലേ? ഒന്നുമില്ല. ഗൾഫിൽ ഒന്നും വളർന്നിട്ടില്ല. NIT സീനിയറാന്ന് ഇവരല്ലോ. ഞാൻ നിന്ന് അബുദാബി തന്നെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഒന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തു, ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തു, അബുദാബി ഇസ്ലാമിക് ബാങ്കിൽ ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് ലാസ്റ്റ് വരുമ്പോൾ ഷെയ്ഖ് ഖലീഫാന്റെ പ്രസിഡന്റിന്റെ യൂണിറ്റിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വളർച്ച പൂർണ്ണമായിട്ടും കണ്ട ഒരാളാണ് അല്ലേ? ഞങ്ങളെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് നിങ്ങളുടെ കൂട്ടായ്മയിൽ? 10-20. നമസ്കാരം, പേരെന്താണ്? എന്റെ പേര് ഗസാരി. ഇവിടെ തന്നെ കണ്ണൂർ. ഈ സൗന്ദര്യം ഇപ്പോഴും വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. എന്നല്ല, നമ്മള് ബോഡി എപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതിന് വേണ്ടിട്ട് എങ്ങനെ രാവിലെ എക്സസൈസും നടത്തവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഗൾഫിൽ തന്നെ എത്ര വർഷം ഉണ്ടായിരുന്നു? 41 വർഷം ഉണ്ടായിരുന്നു. ഈ പോയ കാലഘട്ടം ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു പോക്ക്? 1969 ലോഞ്ചിന് പോയതാണ്. ഇല്ലീഗലായിട്ട് പോയിട്ട് 69 പോയിട്ട് ഇപ്പൊ ഞാൻ വന്നത് 2010 ലാസ്റ്റ്. പിടിച്ചു പോയ വലിയ പ്രശ്നമില്ല, ഒന്നുമില്ല. നത്തിങ്. അന്നൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെയാണ് റൂൾ ആൻഡ് റെഗുലേഷൻസ് എല്ലാം വന്നത്. പക്ഷെ നമ്മളെല്ലാം വളർത്തിയതും ഇതാക്കിയതും ഒന്നിരിക്കലും നമ്മൾ ഗൾഫിനെ മറക്കാൻ പറ്റില്ല. നമ്മളെ പ്രത്യേകിച്ച് മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫ് കൊണ്ട് ജീവിച്ചു, ഇന്നും കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്ന ഗൾഫ് കൊണ്ടല്ല. വേറെ ഇവിടെ എന്ത് തൊഴിലും കാര്യമൊന്നുമില്ല. ഈ സമാധാനമുള്ള ഒരു നാടാണ് കേട്ടോ ഗൾഫില്. ഒരു ഈ നാട് നന്നായത് ഗൾഫ്. അത് സത്യം.
അതിലൊരു മാറ്റം, അതൊന്നും പറയാനില്ല. ഗൾഫുകാരുടെ ഒരു ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. അത് മാടി വിളിക്കുന്ന സ്ഥലമാണ്, ഇവിടെ തള്ളുന്ന സ്ഥലം. നമ്മുടെ നാട് പുറം കൈയോട് തള്ളുന്ന സ്ഥലം, അവിടെ മാടി വിളിക്കുന്നു. നമ്മൾ ഒരിക്കൽ പോയാൽ രണ്ടാമതും നമ്മളിപ്പോൾ പോയാൽ റെഡിയാണ് നമ്മളെ എടുക്കാൻ. പേരെന്താണ്? അബ്ദുൽ മജീദ്. എന്തായിരുന്നു, ഏത് മേഖലയിലായിരുന്നു ജോലി? ഗൾഫിലായിരുന്നു. എല്ലാവരും ഗൾഫ് തന്നെ. ഇവിടെയുള്ള എക്സ് ഗൾഫ് ടീമാണ്. അബുദാബി, ദുബായ്, കുവൈത്ത് എന്നുള്ള എല്ലാ സ്ഥലത്തും. 10-40 വർഷം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചൂടിലും വെയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു നഷ്ടബോധം എപ്പോഴും തോന്നിയിട്ടുണ്ട്. സാമ്പത്തികം ഓക്കെ, അത് ഓക്കെയാണ്. അങ്ങനെ നഷ്ടബോധം ഫാമിലി ആയിട്ട് ജീവിക്കാത്ത നഷ്ടബോധം ഉണ്ട്. കാരണം നമ്മൾ ബിഗിനിങ്ങിലൊന്നും നമ്മൾ ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അന്നത്തെ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഇപ്പോഴുള്ള ആൾക്കാരാണ് ഫാമിലി ആയിട്ട് ജീവിക്കുന്നത്. പക്ഷെ ആ നഷ്ടബോധം ഉണ്ട്, ഫാമിലി ഇല്ലാത്ത നഷ്ടബോധം ഉണ്ടായിട്ടുണ്ട്. നാണയത്തിന് 2 വശം ഉണ്ടല്ലോ. ആ മറ്റേ വശം നോക്കുമ്പോൾ നമ്മൾ ജീവിച്ചത് സമാധാനത്തോടെയാണ്. ഇവിടെ എന്തെല്ലാം പ്രശ്നം, ഇവിടെ അതിലെ പോയിട്ട് നിങ്ങളെ മുഖം നോക്കിയാൽ വർക്കാതെ അതൊന്നും ആടുമില്ലല്ലോ. ആടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടെന്നറിയാം. കാര്യം എന്ന് വെച്ചാൽ, അതായത് എനിക്ക് അമേരിക്കയിലേക്ക് പോകേണ്ട വിസയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് 2 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ശരിയാക്കാൻ പറ്റും, വീട്ടിലിരുന്നു കൊണ്ട്. പക്ഷെ ഒരു വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ ശരിയാക്കണമെങ്കിൽ എനിക്ക് 2 മാസം വേണ്ടി വരും. അതാണ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചത്. ഇപ്പൊ ഞാൻ കാനഡയിൽ പോയിട്ട് വന്നത് അവിടെ എല്ലാം അങ്ങനെയാണ്. നമ്മളെ ഇവിടെ ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥ മേധാവിത്വം കൈക്കൂലിയും എന്നും നിലനിൽക്കുന്നത് അന്ന് നമ്മുടെ നാട് തന്നാണ്. 6 മണിക്ക് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ 5:30 മണിക്ക് വണ്ടിയും കത്തിട്ട് നമ്മൾ നിൽക്കും. അത് എന്തുകൊണ്ട്? അവിടുത്തെ നിയമം അതാണ്. ഇല്ലെങ്കിൽ നമ്മളെ കാശ് കിട്ടൂല. ഈ വൈകുന്നേരങ്ങളിലുള്ള സംസാരത്തിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ വരും, ഓർമ്മകളൊക്കെ വരും അല്ലേ? പേരെന്താണ്? എന്റെ പേര് റഷീദ്. ഗൾഫ് അതെ, റിട്ടേൺ ആണ്. ഇതെല്ലാം റിട്ടേൺ ആണ്. ഇവിടെ നമ്മൾ ഈവനിങ്ങിൽ ഇരിക്കുന്ന എല്ലാവരും ഗൾഫ് റിട്ടേൺ ആണ്. അപ്പൊ ഒരു 5:30 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടും. ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനൽ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പേര് മൊബൈൽ കിസ് എന്നാണ്. ഇമേജ് മൊബൈൽ കിസ്. ഇതിൽ ഒരു ചെറിയ 3 ചോദ്യം, അറിയുന്ന കേൾക്കുന്നൊക്കെ ഒരു 3 GK ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം. അപ്പോൾ ഉത്തരം പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ സമ്മാനവും തരും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമ്മൾ സാധാരണ ഒരു ടീം, നമ്മളൊരു മത്സരാർത്ഥി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തയ്യാറാക്കല്ലോ. പക്ഷെ അങ്ങനെയില്ല. ഞാനൊരു പൊതുവായിട്ടൊരു ചോദ്യം ചോദിക്കാം, അറിയാമെങ്കിൽ അത് പറയാം. എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ശരി, അപ്പോൾ ഞാനൊരു ആദ്യത്തെ റൗണ്ടിൽ ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിലെ ഇപ്പോഴും ആ 18ന്റെ ചുറുചുറുക്കുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന്മാരോടുള്ള ഞങ്ങളുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. നമ്മളിപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും ഒന്നാകണം എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നാകാം. കാരണം ഈ നിപ്പ, പ്രളയം, കോവിഡ് വന്നപ്പോഴൊക്കെ എല്ലാവരും അതിജീവിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. നമുക്ക് പറ്റും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ പോയതിനു ശേഷം നമ്മളെല്ലാവരും ഭിന്നിച്ചിട്ട് വീണ്ടും പല മേഖലയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് നിപ്പ വൈറസിൻ്റെ ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, ചോദ്യം, കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്ന് അറിയാമോ? കാലിക്കറ്റ് ജില്ല. കാലിക്കറ്റ് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല നിപ്പ വന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കും അതെ. ഓർമ്മകൾ തെറ്റില്ല അല്ലെ? അതായത് നിപ്പ വൈറസ് ആദ്യമായിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. അത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കോഴിക്കോട് ജില്ല എന്നുള്ളത് റൈറ്റ് ആൻസർ. നല്ലൊരു കൈ കൊടുത്ത് ഉഷാറായിട്ട് നന്നായിട്ട് കൈ അടിച്ചു കൊടുക്കോളൂ. പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ഫസ്റ്റ് റൗണ്ടിലെ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് രജിസ്റ്റർ ചെയ്ത ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്നൊരു ഭീതി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ചെറിയൊരു സമ്മാനം തരികയാണ്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്ന ഡിസ്കൗണ്ട് വൗച്ചറാണ്. ഒക്കെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കുക. അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കാർഡാണ് കേട്ടോ. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ്. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. ഇനി മത്സരിക്കണം. ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ക്യാമറക്ക് മുമ്പിൽ നിന്നിട്ട് സമ്മാനം വാങ്ങിക്കുന്നത്. അത് ആദ്യമായിട്ടാണ്. അല്ല, മുമ്പ് റോഡിനെ പറ്റിയിട്ടുള്ള ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട് ആണ്. ഒന്നുകൂടി പേര് പറയാമോ? ഗസാലി. അപ്പോൾ മത്സരിക്കുന്നു. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ഈസി റൗണ്ടിലെ ഇക്കോടുള്ള ചോദ്യം,
നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസാരമല്ല, മൊബൈലിലൂടെയാണ് ഇവർ സ്വപ്നങ്ങൾ കാണുന്നതും ലോകം കാണുന്നതൊക്കെ മൊബൈലുകളിലൂടെയൊക്കെയാണ്. ഇപ്പോൾ ചോദ്യം, വിദ്യാർത്ഥികൾക്ക് വായനാശീലം വളർത്തുന്നതിനായിട്ട് അവരുടെ വായനാശീലം വളർത്തുന്നതിനായിട്ട് ഒരു പീരീഡ് വായനയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് പറഞ്ഞാൽ മതി. ചോദ്യം ഇത്രേ ഉള്ളൂ, കുട്ടികളുടെ ഈ ഒരു വായനാശീലം വളർത്താൻ ഒരു പീരീഡ്, അത് ക്ലാസ്സിൻ്റെ ഒരു ദിവസത്തെ ഒരു പീരീഡ് വായനയ്ക്ക് വേണ്ടി മാത്രം, അത് പത്രങ്ങളായിക്കോട്ടെ മറ്റുള്ള മാസികകളായിക്കോട്ടെ, വായനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളത്. കേരളമല്ല. അല്ല, കേരളമല്ല. അതാണ് ചോദ്യം. അതായത് കുട്ടികൾക്ക് വായനയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പീരീഡ് അങ്ങ് മാറ്റിവെച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അടുത്തുള്ളൊരു സംസ്ഥാനം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം തരാം. സംസ്ഥാനമാണ്, സ്റ്റേറ്റ് ആണ്. തമിഴ്നാട്. ആന്ധ്രയാണോ എന്ന് സംശയമുണ്ട്. ആന്ധ്രയാണ്. മഹാരാഷ്ട്രയാണോ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ 3-4 സംശയങ്ങൾ വന്നു. തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര ഇങ്ങനെ പോന്നു. ഒന്ന് ഗസ് ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഏതിൽ ഉറപ്പിക്കാം? ഒന്ന് ആലോചിച്ച് പറയണം. ഇതിൽ ഏതൊരു ഉത്തരവുണ്ട്, ഈ പറഞ്ഞതിൽ ഏതൊരു ഉത്തരവുണ്ട്? ഏതിൽ ഉറപ്പിച്ചേക്കാം? മഹാരാഷ്ട്രയാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ആള് പറയും തമിഴ്നാട്, തമിഴ്നാട് പറയുന്നു, ആന്ധ്ര പറയുന്നു, തമിഴ്നാട്. ഇപ്പം തമിഴ്നാടിനാണ് ഇപ്പം മുൻതൂക്കമുള്ളത്. അതായത് കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീരീഡ്, ഒരു ക്ലാസ്സിന്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള യാത്രയിൽ ഒരു പീരീഡ് പൂർണ്ണമായിട്ടും വായനയ്ക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പം പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചില സംസ്ഥാനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിക്കാറുണ്ട്, നമ്മുടെ സംസ്ഥാനം പഠിക്കാറുണ്ട്. ഇതും പഠിക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ തമിഴ്നാട് എന്നുള്ളത് റൈറ്റ് ആൻസർ. നല്ല കാര്യമാണ്, ഉഷാറായിട്ട് തമിഴ്നാട് റൈറ്റ് ആൻസർ. അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനമാണ് തമിഴ്നാട് എന്നുള്ളത് റൈറ്റ് ആൻസർ ആണ്. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂമാണ് ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം. ഇന്ന് ആരെ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോ കണ്ടത്? അപ്പൊ ഇത് ഭാര്യ കൊണ്ട് കൊടുക്കും കേട്ടോ. ഇനി ഒറ്റ ചോദ്യം കൂടി ഉള്ളേ. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് ചോദ്യങ്ങൾ അയച്ചു തരും കേട്ടോ. അതിലൊരു ചോദ്യം ഞാൻ ഇക്കോട് ചോദിക്കാം. അതിന് റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു ഗംഭീര സമ്മാനമുണ്ട്. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പൊ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനം കൊണ്ട് പിന്മാറാം. ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പറ്റത്തില്ല. ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ സമ്മാനം തിരിച്ചു വാങ്ങിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇവന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. പക്ഷെ തെറ്റാണെങ്കിൽ ഞാൻ സമ്മാനം തിരിച്ചു വാങ്ങിക്കും. അതായത് മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടാണ്. ഓഡിയൻസ് ചോയ്സ് റൗണ്ടിൽ ഇക്കോടുള്ള ഞങ്ങളുടെ ചോദ്യമാണ്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റിംഗില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഉത്തരം പറയാം കേട്ടോ. തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ഇത് ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത് ചക്കരക്കല്ലിൽ നിന്നും വിനോദ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. ആള് +2 വിദ്യാർത്ഥിയാണ്. അദ്ദേഹമാണ് ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. ഇവർക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദ്യം അയച്ചിരിക്കുന്ന വിനോദിനുള്ളതായിരിക്കും സമ്മാനം. ശ്രദ്ധിച്ച്, ഇത്തിരി വലിയ ചോദ്യം കേട്ടോ. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന്, അത് കുറച്ച് വലുതാണ്, സിമ്പിളാണ് ഉത്തരം. 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യൂറോപ്പിലേക്ക് ചന്ദനത്തടികൾ കയറ്റി അയക്കാൻ പറ്റാതായപ്പോൾ, 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് യൂറോപ്പിലേക്ക് ചന്ദനത്തടികൾ, ആ കാലഘട്ടത്തിൽ ചന്ദനത്തടികൾ കയറ്റി അയക്കാൻ പറ്റാതായപ്പോൾ അന്നത്തെ മൈസൂർ രാജാവായ നാൽവാടി കൃഷ്ണരാജ ഒഡിയ എന്ന് പറയുന്ന മൈസൂർ രാജാവ് ഒരു സോപ്പ് നിർമ്മാണ കമ്പനിക്ക് തുടക്കം കുറിച്ചു. അത് ചന്ദനത്തടികൾ കയറ്റി അയക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹം ഒരു സോപ്പ് കമ്പനിക്ക് ഒരു തുടക്കം കുറിച്ചു. 100% പരിശുദ്ധമായ ചന്ദന തൈലം കൊണ്ട് സോപ്പ് നിർമ്മിക്കുന്നതാണെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഏതാണ് ആ സോപ്പ് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ്. ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ആലോചിച്ച് പറയണം. മൈസൂർ സാൻഡൽ സോപ്പ്. ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപയോഗിച്ചിട്ടില്ല. പേര് കേട്ടിട്ടുണ്ട്. അതാ ഇത്ര ഗ്ലാമർ. അടിപൊളി. മൈസൂർ സാൻഡൽ സോപ്പ് ഉപയോഗിച്ചവരൊക്കെ ഉണ്ട്. സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം സിമ്പിളാണ്, പക്ഷെ വലിയൊരു ചോദ്യമാണ്. സിമ്പിൾ. അതായത് 1-ാം ലോക മഹായുദ്ധ കാലത്ത് ഈ യൂറോപ്പിലേക്ക് ചന്ദനത്തടികൾ കയറ്റി അയക്കാൻ പറ്റാതായപ്പോൾ ആ കാലഘട്ടത്തിലുള്ള മൈസൂർ രാജാവായ നാൽവാടി കൃഷ്ണരാജ ഒഡിയ ഒരു സോപ്പ് നിർമ്മാണ കമ്പനിക്ക് തുടക്കം കുറിച്ചു. 100% പരിശുദ്ധമായിട്ടുള്ള ചന്ദന തൈലം കൊണ്ടാണ് സോപ്പ് നിർമ്മിക്കുന്നതെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഏതാണ് ആ സോപ്പ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മൈസൂർ സാൻഡൽ സോപ്പ് എന്നുള്ളത് റൈറ്റ് ആൻസർ. വെരി ഗുഡ്, സൂപ്പർ.
അടിപൊളി അടിപൊളി അടിപൊളി. മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം ബാഗ് ആൻഡ് ബാഗ്. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഫോട്ടോയിലുള്ള ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം. നന്നായിട്ട് ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും വെച്ചോ, കുഴപ്പമില്ല. ഹാപ്പിയാണോ? പാട്ട് പാടുവോ? പഴയൊരു ഓർമ്മയില്ല ഒരു പാട്ട്. ആരും പാട്ട് പാടുന്നില്ല. ഞാൻ പാട്ടൊക്കെ പാടുന്നത് ആസ്വദിക്കാം, പക്ഷെ അതിനെ കൊല്ലുന്ന പരിപാടി ഇല്ല, കലാപരമായിട്ട് വളരെ പിന്നിലാണ്. ശബ്ദം ശരിയാവില്ല. അപ്പൊ സന്തോഷം, ഒരുപാട് സന്തോഷം, പരിചയപ്പെടൽ സന്തോഷം. അപ്പോ സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും നോമ്പൊക്കെ നല്ല ഇത് നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, അസ്സലാമു അലൈക്കും. താങ്ക് യു. മൊബൈലുകളുടെയൊക്കെ ഒരു സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന മൊബൈൽ, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ഒരു സാമ്രാജ്യം എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരിലെ ഏറ്റവും വലിയ മൊബൈൽ ഷോപ്പാണ് ഇമേജ് മൊബൈൽസ് മൊബൈൽ ക്യൂസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പവേർഡ് ബൈ യൂണിഫോമീസ് ആൻഡ് ബാഗ്. അപ്പോൾ എന്തായാലും എങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാം. ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദ്യം അയച്ചു തരുന്ന ആൾക്കുള്ളതായിരിക്കും സമ്മാനം. അപ്പോൾ ഇമേജ് മൊബൈൽ ക്യൂസ് പവേർഡ് ബൈ യൂണിഫോമി ആൻഡ് ബാഗ്.